വോക്കി ടോക്കി നിർമ്മാണത്തിൽ ജാപ്പനീസ് ഭീമന്മാരായ ഐക്കോം, കെൻവുഡ്, യാസു തുടങ്ങിയവരുടെ വിപണിയിലെ കുത്തക അവസാനിപ്പിച്ച ചൈനീസ് സംരംഭകരാണ് ബയോഫെങ്. ലോകത്തുള്ള സാധാരണക്കാരായ ഹാം റേഡിയോ ഓപ്പറേറ്റർമാർക്ക് അധികം ആലോചിക്കാതെ കമ്മ്യൂണിക്കേഷൻ രംഗത്തേക്ക് കാലെടുത്ത് വെക്കാൻ അവസരമൊരുക്കിയതും അവർ തന്നെയാണ്. ചൈനയിലെ ഫ്യുജിയാൻ പ്രവിശ്യയിലെ നാൻ ആൻ നഗരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രമുഖ വയർലെസ് ആശയവിനിമയ ഉപകരണ നിർമ്മാതാക്കളാണ് ബയോഫെങ്. 2001 വാങ് ജിൻഡിങ് എന്ന വ്യക്തിയാണ് ബാവോ ആൻ ഇലക്ട്രോണിക്സ് എന്ന പേരിൽ ഈ കമ്പനി ആരംഭിച്ചത്. 2002 സ്വന്തമായി വികസിപ്പിച്ച ആദ്യ പ്രൊഫഷണൽ വോക്കി ടോക്കി അവർ പുറത്തിറക്കി. തുടർന്ന് ആഗോള വിപണി ലക്ഷ്യമിട്ട് നിർമ്മാണശാലകൾ വികസിപ്പിക്കുകയും CE, ROHS തുടങ്ങിയ അന്താരാഷ്ട്ര ക്വാളിറ്റി സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കുകയും ചെയ്തു. 2012 ബയോഫെങ് പുറത്തിറക്കിയ UV5R എന്ന ഡുവൽ ബാൻഡ് വോക്കി ടോക്കി സാങ്കേതിക വിപണിയിൽ വൻ വിപ്ലവമാണ് സൃഷ്ടിച്ചത്. തുടർന്ന് 2019 കമ്പനി ഔദ്യോഗികമായി ഫ്യുജിയാൻ ബയോഫെങ് ഇലക്ട്രോണിക്സ് കമ്പനി ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്തു. നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇവർ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ജപ്പാനിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും മുൻനിര റേഡിയോ ബ്രാൻഡുകൾക്ക് വളരെ ഉയർന്ന വിലയായിരുന്നപ്പോൾ അതിന്റെ ചെറിയൊരു ശതമാനം തുകക്ക് സമാനമായ ഫീച്ചറുകൾ നൽകാൻ ബയോഫെങ്ങിന് സാധിച്ചു. അമേച്ചർ റേഡിയോ മേഖലയിലേക്ക് തുടക്കക്കാരായി വരുന്ന ഏതൊരാളുടെയും ആദ്യ തിരഞ്ഞെടുപ്പായി ബയോഫെങ് റേഡിയോകൾ മാറി. കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ച് ഫ്രീക്വൻസികൾ പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമുള്ള ചിർപ്പ് പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉള്ളത് ഇവയുടെ പ്രചാരം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ സേനകൾ, സെക്യൂരിറ്റി ജീവനക്കാർ, ഹൈക്കിംഗ്, ക്യാമ്പിംഗ് നടത്തുന്നവർ, ആക്ഷൻ സ്പോർട്സ് കളിക്കാർ തുടങ്ങിയവർ തങ്ങളുടെ പ്രധാന ആശയവിനിമയ ഉപാധിയായി ബയോഫെങ് വോക്കി ടോക്കികൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഓപ്പൺ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്നതിനാൽ നിയമപരമായ റെഗുലേറ്ററി തടസ്സങ്ങളും ചില രാജ്യങ്ങളിൽ ലൈസൻസ് ഇല്ലാതെ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയുള്ള വലിയ ചർച്ചകളും ഈ റേഡിയോകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. സമാനമായ മറ്റൊരു ചൈനീസ് നിർമ്മാതാവാണ് ക്വാൻഷെങ്. നേരിട്ടുള്ള ഉടമസ്ഥതയോ സാമ്പത്തികമായ ബന്ധമോ ബയോഫെങ്ങും ക്വാൻഷെങ്ങും തമ്മിലില്ലെങ്കിലും ആഗോള വിപണിയിലും സാങ്കേതികമായും ഇവർ തമ്മിൽ ചില പൊതുവായ ബന്ധങ്ങളുണ്ട്. ഈ രണ്ട് കമ്പനികളും ചൈനയിലെ റേഡിയോ മാനുഫാക്ചറിംഗ് ഹബ്ബായ ഫ്യുജിയാൻ പ്രവിശ്യയിലെ നാൻ ആൻ ക്വാങ്ഷൌ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. കുറഞ്ഞ വിലയിൽ ഹാം റേഡിയോ പ്രേമികൾക്കും പ്രൊഫഷണലുകൾക്കും വേണ്ടിയുള്ള ഡുവൽ ബാൻഡ് വാക്കി ടോക്കികളാണ് രണ്ട് കമ്പനികളും നിർമ്മിക്കുന്നത്. ബയോഫെങ് വിപണിയിൽ തരംഗമാക്കിയ UV5R മോഡലിന് ബദലായി ക്വാൻഷെങ് കൊണ്ടുവന്ന UV-K5 സീരീസ് വൻ വിജയം നേടി. UV-K5-ൽ ഏവിയേഷൻ ബാൻഡ് സ്വീകരിക്കാനുള്ള കഴിവ്, ടൈപ്പ് C ചാർജിംഗ് എന്നിവ അധികമായി നൽകി ബയോഫെങ്ങിന് കടുത്ത മത്സരമാണ് ക്വാൻഷെങ് നൽകിയത്. ചൈനയിലെ ഇലക്ട്രോണിക്സ് നിർമ്മാണ രീതി അനുസരിച്ച് ഒരേ മേഖലയിലെ കമ്പനികൾ മൈക്രോ ചിപ്പുകൾ, ആന്റിനകൾ, ഡിസ്പ്ലേകൾ പോലുള്ള ഘടകങ്ങൾ മൂന്നാം കക്ഷി വെണ്ടർമാരിൽ നിന്നാണ് വാങ്ങുന്നത്. അതിനാൽ പല ഹാർഡ്വെയർ കോമ്പോണൻസും രണ്ട് ബ്രാൻഡുകളുടെയും ഉപകരണങ്ങളിൽ ഒരുപോലെ കാണാവുന്നതാണ്. ഹാം റേഡിയോ കമ്മ്യൂണിറ്റികളിൽ ബയോഫെങ്ങിനും ക്വാൻഷെങ്ങിനും വലിയ ജനപ്രീതിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ച് ക്വാൻഷെങ് UV-K5 റേഡിയോകളിൽ ഉപയോക്താക്കൾക്ക് സ്വന്തമായി ഓപ്പൺ സോഴ്സ് ഫേംവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. മുമ്പ് ബയോഫെങ് നൽകിയിരുന്ന സവിശേഷതകളെക്കാൾ വിപുലമായ പ്രവർത്തനങ്ങൾ ഇതിലൂടെ സാധ്യമാകുന്നതിനാൽ ബയോഫെങ് ഉപഭോക്താക്കൾ പലരും നിലവിൽ ക്വാൻഷെങ്ങും ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ആപ്പിളും സാംസങ്ങും ഫോൺ വിപണിയിൽ എങ്ങനെയാണോ അതുപോലെ ബജറ്റ് റേഡിയോ വിപണിയിലെ രണ്ട് പ്രധാന ചൈനീസ് എതിരാളികളാണ് ബയോഫെങ്ങും ക്വാൻഷെങ്ങും. ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും മികച്ച ഉയർന്ന ഗുണനിലവാരമുള്ള HF റേഡിയോകൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിലും അമേരിക്കയിലുമാണ്. ഇതിലേതെങ്കിലും ഒരു പ്രത്യേക പ്ലാന്റിന് മാത്രമായി ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന ഔദ്യോഗിക പദവി ഇല്ലെങ്കിലും സാങ്കേതിക വിദ്യ, പെർഫോമൻസ്, ലോകമെമ്പാടുമുള്ള ഹാം റേഡിയോ പ്രേമികളുടെ വിശ്വസ്തത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചില മുൻനിര നിർമ്മാതാക്കൾ ഈ രംഗത്ത് ഒന്നാമതായി നിൽക്കുന്നുണ്ട്. ഒന്ന് ഐക്കോം ജപ്പാൻ പ്ലാന്റാണ്. ആധുനിക HF റേഡിയോ സാങ്കേതിക വിദ്യയിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഐക്കോം. ജപ്പാനിലെ വക്കായാമ പ്രവിശ്യയിലുള്ള വക്കായാമ ഐക്കോം പ്ലാന്റിലാണ് ഇവരുടെ പ്രീമിയം HF റേഡിയോകൾ പൂർണ്ണമായും നിർമ്മിക്കുന്നത്. മെയ്ഡ് ഇൻ ജപ്പാൻ ക്വാളിറ്റി പൂർണ്ണമായി നിലനിർത്തുന്ന പ്ലാന്റുകളിൽ ഒന്നാണിത്.
ഉയർന്ന കൃത്യതയുള്ള ഓട്ടോമേറ്റഡ് അസംബ്ലി ലൈനുകളും കഠിനമായ ക്വാളിറ്റി ടെസ്റ്റുകളും ഇവിടെ നടക്കുന്നുണ്ട്. ഐക്കോം IC7300 ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ SDR HF റേഡിയോകളിൽ ഒന്നാണ്. രണ്ടാമത്തെ പ്ലാന്റ് എലിക്രാഫ്റ്റ് USA പ്ലാന്റ് ആണ്. സാങ്കേതിക മികവിന്റെയും സിഗ്നൽ പ്രോസസ്സിംഗിന്റെയും കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച മറ്റൊരു HF റേഡിയോ നിർമ്മാതാക്കളായി ഹാം റേഡിയോ വിദഗ്ധർ കണക്കാക്കുന്നത് എലക്രാഫ്റ്റിനെയാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് ഇതിന്റെ നിർമ്മാണ കേന്ദ്രം. വൻകിട മാസ് പ്രൊഡക്ഷൻ നടത്തുന്നതിന് പകരം റിസീവർ പെർഫോമൻസിനും ഡൈനാമിക് റേഞ്ചിനും മുൻഗണന നൽകുന്ന ഹൈ എൻഡ് പ്രീമിയം പ്ലാന്റാണിത്. അന്താരാഷ്ട്ര റേഡിയോ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിജയകരമായി ഉപയോഗിക്കുന്നത് എലക്രാഫ്റ്റ് റേഡിയോകളാണ്. K3S, K4 തുടങ്ങിയവ ഇന്നത്തെ ഏറ്റവും മികച്ച ഫ്ലാഗ്ഷിപ്പ് റേഡിയോകളായാണ് കണക്കാക്കുന്നത്. മറ്റൊന്ന് യാസു ജപ്പാൻ പ്ലാന്റ് ആണ്. HF റേഡിയോ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നിർമ്മാതാക്കളിൽ ഒരാളാണ് യാസു. ജപ്പാനിലെ ഫുക്കുഷിമയിലുള്ള അത്യാധുനിക പ്ലാന്റിലാണ് ഇവരുടെ നിർമ്മാണം. റേഡിയോകളുടെ അനലോഗ് ഡിജിറ്റൽ സർക്യൂട്ട് നിർമ്മാണത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹൈടെക് പ്ലാന്റാണിത്. എന്തുകൊണ്ടാണ് ഈ ബ്രാൻഡുകൾ കൂടുതൽ മികച്ചതാവുന്നത്? പരമ്പരാഗത സർക്യൂട്ടുകൾക്ക് പകരം അതിവേഗ ഡിജിറ്റൽ ചിപ്പുകൾ ഉപയോഗിച്ച് സിഗ്നലുകൾ പ്രോസസ്സ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഈ പ്ലാന്റുകൾ വളരെ മുന്നിലാണ്. റോബോട്ടിക് പ്രിസിഷൻ, അതായത് മൈക്രോസ്കോപ്പിക് വലിപ്പമുള്ള ആയിരക്കണക്കിന് ഇലക്ട്രോണിക് ഘടകങ്ങൾ കൃത്യതയോടെ ബോർഡുകളിൽ ഉറപ്പിക്കാനുള്ള സംവിധാനം. ഹാൻഡ് കാലിബ്രേഷൻ, അതായത് ഓരോ റേഡിയോയും നിർമ്മാണത്തിന് ശേഷം വിദഗ്ധരായ എഞ്ചിനീയർമാർ മാനുവലായി ഫ്രീക്വൻസികളും ഫിൽട്ടറുകളും പരിശോധിച്ച ശേഷമാണ് വിപണിയിലെത്തിക്കുന്നത്. ഈ 3 ബ്രാൻഡുകളും HF റേഡിയോ വിപണിയിലെ ഭീമന്മാരാണെങ്കിലും അവ ഓരോന്നും വെവ്വേറെ വിഭാഗത്തിലുള്ള ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് റേഡിയോകൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഐക്കോമിനെ കുറിച്ച് നോക്കിയാൽ മികച്ച ഡിസ്പ്ലേ, എളുപ്പമുള്ള ഉപയോഗം, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന സാങ്കേതിക വിദ്യ തുടങ്ങിയവയിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു. തുടക്കക്കാർക്കും അത്യാധുനിക ടച്ച് സ്ക്രീൻ ഇന്റർഫേസ് ഇഷ്ടപ്പെടുന്നവർക്കും പ്ലഗ് ആൻഡ് പ്ലേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് മികച്ച ഓപ്ഷനാണ്. ഐക്കോം വിപണിയിലെത്തിച്ച SDR അഥവാ സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോസ് വളരെ ജനപ്രിയമാണ്. റേഡിയോ സ്പെക്ട്രവും സിഗ്നലുകളും ലൈവായി കാണാൻ സഹായിക്കുന്ന റിയൽ ടൈം സ്പെക്ട്രോസ്കോപ്പ് വാട്ടർഫോൾ ഡിസ്പ്ലേ ഇവരുടെ പ്രധാന ആകർഷണമാണ്. മെനുവും സെറ്റിംഗ്സും കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. IC7300 MK2, 7610, 705 തുടങ്ങിയ നിരവധി മോഡലുകൾ ഇന്ന് വിപണിയിലുണ്ട്. എലക്രാഫ്റ്റിനെ കുറിച്ച് നോക്കിയാൽ പ്രൊഫഷണൽ പെർഫോമൻസ്, കോണ്ടസ്റ്റ്, ഡി എക്സ്പെഡിഷൻസ് തുടങ്ങിയവർക്ക് പ്രാധാന്യം നൽകുന്നവരുടെ ചോയ്സാണ് എലക്രാഫ്റ്റ് റേഡിയോകൾ. കടുത്ത ഹാം റേഡിയോ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും ഏറ്റവും മികച്ച സിഗ്നൽ ക്ലാരിറ്റി അഥവാ റിസീവർ പെർഫോമൻസ് ആഗ്രഹിക്കുന്ന അഡ്വാൻസ്ഡ് ഉപഭോക്താക്കൾക്കും ഏറെ ഇഷ്ടപ്പെട്ടതാണ് എലക്രാഫ്റ്റ്. ഏറ്റവും ഉയർന്ന ഡൈനാമിക് റേഞ്ചുള്ള റിസീവറുകൾ എലക്രാഫ്റ്റിൻ്റെതാണ്. അതായത് കടുത്ത ശബ്ദ കോലാഹലങ്ങൾക്കും തടസ്സങ്ങൾക്കും ഇടയിൽ നിന്ന് വളരെ ദുർബലമായ സിഗ്നലുകൾ പോലും വേർതിരിച്ചെടുക്കാൻ ഇവക്ക് കഴിയുമെന്ന് ഉപഭോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനി യാസുവിനെ കുറിച്ച് നോക്കാം. മികച്ച ഓഡിയോ ക്വാളിറ്റി, കരുത്തുറ്റ ബോഡി, ശക്തമായ അനലോഗ് ഡിജിറ്റൽ ഫിൽറ്ററുകൾ തുടങ്ങിയവ യാസുവിന്റെ പ്രത്യേകതകളാണ്. അനലോഗ് റേഡിയോകൾ ഇഷ്ടപ്പെടുന്നവർക്കും റേഡിയോ സൗണ്ട് ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ ഓഡിയോ DSPക്ക് പ്രാധാന്യം നൽകുന്നവർക്കും യാസു മികച്ച ഒരു ഓപ്ഷനാണ്. യാസുവിന്റെ ഹൈബ്രിഡ് SDR സാങ്കേതിക വിദ്യ അനലോഗ് റേഡിയോയുടെ കൃത്യതയും ഡിജിറ്റൽ റേഡിയോയുടെ സൗകര്യങ്ങളും ഒന്നിച്ചു നൽകുന്നു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒഴിവാക്കി വ്യക്തമായ സംസാരം കേൾപ്പിക്കാൻ സഹായിക്കുന്ന റിസീവർ ഫിൽട്ടറുകൾ ഇവരുടെ പ്രത്യേകതയാണ്. ഇവരുടെ മെറ്റൽ ബോഡിയും ഉയർന്ന നിർമ്മാണ നിലവാരവും ഏത് കടുത്ത സാഹചര്യങ്ങളെയും താങ്ങാൻ ശേഷിയുള്ളതാണ് എന്നാണ് അവകാശപ്പെടുന്നത്. 101, FTDX10, FT710, FT891 തുടങ്ങിയ മോഡലുകൾ വളരെ ജനപ്രിയമാണ്. ജാപ്പനീസ് അമേച്ചർ റേഡിയോ കമ്പനികളിൽ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു ബ്രാൻഡാണ് കെൻവുഡ്. ഉയർന്ന നിലവാരമുള്ള ഓഡിയോ ക്വാളിറ്റിയും ഉപയോഗിക്കാൻ എളുപ്പമുള്ള രൂപകൽപ്പനയും കെൻവുഡ് റേഡിയോകളുടെ വലിയ പ്രത്യേകതയാണ്. കെൻവുഡിന്റെ പാരമ്പര്യം ഓഡിയോ എഞ്ചിനീയറിംഗിൽ നിന്നായതിനാൽ HF ഫ്രീക്വൻസികളിൽ സംസാരിക്കുമ്പോൾ ഇവക്ക് മികച്ച ടോൺ ക്വാളിറ്റി ലഭിക്കുന്നു. മിഡ് റേഞ്ചിൽ ലോകമെമ്പാടുമുള്ള ഹാം റേഡിയോ ഓപ്പറേറ്റർമാർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു HF ട്രാൻസീവറാണ് TS590. മത്സരങ്ങൾക്കും സീരിയസ് DX ഓപ്പറേറ്റർമാർക്കും വേണ്ടി കെൻവുഡ് രൂപകൽപ്പന ചെയ്ത ഫ്ലാഗ്ഷിപ്പ് മോഡലുകളാണ് TS890, 990 എന്നിവ.
APRS D-Star സപ്പോർട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹാൻഡ് ഹെൽഡ് വോക്കി ടോക്കികളിലൊന്ന് കെൻവുഡ് വോക്കി ടോക്കികളാണ്. കെൻവുഡ് അടുത്ത കാലത്തായി എൻട്രി ലെവൽ റേഡിയോകളുടെ വിപണിയിൽ പുതിയ SDR മോഡലുകൾ ഇറക്കുന്നത് കുറച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ മികച്ച ബിൽഡ് ക്വാളിറ്റിയും വളരെ ക്ലിയറായ ഓഡിയോയും സുഗമമായ പ്രവർത്തനവും ആഗ്രഹിക്കുന്നുവെങ്കിൽ കെൻവുഡ് തീർച്ചയായും യാസു, ഐക്കോം എന്നിവയ്ക്കൊപ്പം തന്നെ തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. മറ്റൊരു ടെക് വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.